നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് വീണ്ടും അക്രമം. അക്രമികളെ ഒറ്റപ്പെടുത്തുമെന്ന് നേതാക്കൾ. കാലഘട്ടത്തിന്റെ ദുഃഖങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കാൻ എഴുത്തുകാരന് കഴിയണമെന്ന് MT വാസുദേവൻ നായർ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത നിർമ്മാണ രീതിയാണ് നമുക്ക് ആവശ്യമെന്ന് വാസ്തുവിദഗ്ധൻ പ്രൊഫസർ യുജിൻ പണ്ടാല. കുമ്പള ഭുജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാവേരി തീർത്ഥസ്നാനത്തിന് തിരക്കേറുന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട്ട് വീണ്ടും വീടുകൾക്ക് നേരെ അക്രമം. മുറിയനാവിയിലാണ് അക്രമം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അക്രമം ഉണ്ടായത്. കൗവായി, അമ്പാടി, KP കൃഷ്ണൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് അക്രമം നടന്നത്. അമ്പാടിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി സർവീസ് വയർ മുറിച്ച് മാറ്റിയ നിലയിലാണ്. കുടിവെള്ള പൈപ്പുകളും മുറിച്ചു മാറ്റിയിരുന്നു. കൃഷ്ണന്റെ വീടിന് നേരെയും ഒരേ സമയത്താണ് അക്രമം നടന്നത്. മുറിയനാവിയിൽ അക്രമം അരങ്ങേറിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ട് വീണ്ടും സർവകക്ഷി യോഗം. നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. മുറിയനാവിയിൽ അക്രമം അരങ്ങേറിയ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ചേർത്ത യോഗത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ശുഗൻ, P. കരുണാകരൻ MP എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടന്നത്. പ്രദേശത്ത് സമാധാനം പുലരുന്നതിനിടെ ബോധപൂർവം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A. ഹമീദ് ആജി, CPM നേതാവ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, ബഷീർ വെള്ളിക്കോത്ത്, M. ഹമീദ് ആജി, T. റംസാൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, അഡ്വക്കേറ്റ് MC ജോസ്, ബംഗളം P. കുഞ്ഞികൃഷ്ണൻ, SK കുട്ടൻ, അജയ്കുമാർ നെല്ലിക്കാട് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് സർവകക്ഷി സംഘം അക്രമം നടന്ന മുറിയനാവി, കല്ലൂരാവി, മടിയൻ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ലോകത്തെ നന്നാക്കലല്ല, ആപത്സൂചനകൾ നൽകുകയാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും കടമയെന്ന് പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന തകഴി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വലിയൊരു കാര്യമാണ്. വലിയ ഒരു എഴുത്തുകാരൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി കൂടിയാണ്. അപ്പം അതിനെത്തി അംബികാസുധൻ പറഞ്ഞതനുസരിച്ച് ഇന്നിവിടെ എത്തി നിങ്ങളെ ഒക്കെ കാണാൻ, സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇവിടുത്തെ സാഹിത്യവേദിയുടെ നവരചനകളുടെ സമാഹാരം ഔപചാരികമായി പുറത്തിറക്കി കഴിഞ്ഞു. തകഴിയുടെ ജന്മശതാബ്ദി ആഘോഷം ഇപ്പോൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ്, 30-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും, 35 കൊല്ലങ്ങൾക്ക് മുമ്പ് തകഴിച്ചേട്ടനടക്കം നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോഗ്രാഫിൻ്റെ എൻലാർജ്മെൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷുണ്ട്, പ്രേംജിയുണ്ട്, വൈലോപ്പള്ളിയുണ്ട്, ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. എഴുത്തുകാരന് ലോകത്തെ നന്നാക്കാൻ പറ്റില്ല. അവനവന്റെ ഉത്കണ്ഠകൾ പങ്കുവെക്കുക മാത്രമാണ് എഴുത്തുകാരനെയും കലാകാരനെയും സംബന്ധിച്ചിടത്തോളമുള്ള ഏകമാർഗം. കാലഘട്ടത്തിന്റെ ദുരിതങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കാൻ എഴുത്തിന് കഴിയണമെന്നും MT പറഞ്ഞു. സമൂഹം ശ്രദ്ധിക്കാതെ പോയ നിരവധി ജീവിത ദൃശ്യങ്ങളെ തകഴി കണ്ടെത്തിയിരുന്നു. അവയെ തകഴി വിശകലനം ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. തന്നെപ്പോലുള്ള എഴുത്തുകാരോട് സ്നേഹസമ്പന്നനായി പെരുമാറിയ നാടൻ കൃഷിക്കാരന്റെ ഉത്കണ്ഠകളുള്ള എഴുത്തുകാരനായിരുന്നു തകഴിയെന്നും MT പറഞ്ഞു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. സാഹിത്യവേദി പ്രസിദ്ധീകരിച്ച ആദ്യേ പുതിയ എന്ന പുസ്തകം KP രാമനുണ്ണിക്ക് നൽകി MT പ്രകാശനം ചെയ്തു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, സിൻഡിക്കേറ്റ് അംഗം P. പ്രഭാകരൻ, K. രാമനാഥൻ, VV പുരുഷോത്തമൻ, ഡോക്ടർ K. രാജൻ, ഷീജ KP, PM മൃദുൽ, P. ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ GNM നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിനായി ഉടൻ ബന്ധപ്പെടുക. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാല
കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ equipped ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ, മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. പ്രവാസി ദോഹ പുരസ്കാരം ലീലാകുമാരി അമ്മയ്ക്ക് സമ്മാനിച്ചു. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ ബഷീറിന്റെ വാക്കുകൾ കൂടുതൽ കാലികമാവുകയാണെന്ന് MT വാസുദേവൻ നായർ. ഖത്തർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രവാസി മലയാളി കൂട്ടായ്മയായ പ്രവാസി ദോഹയുടെ ഈ വർഷത്തെ ബഷീർ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എൻഡോസൾഫാൻ വിരുദ്ധ സമരനായിക ലീലാകുമാരി അമ്മയ്ക്ക് സമ്മാനിച്ചു. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുകയും എഴുതുകയും ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുരസ്കാരം എൻഡോസൾഫാനെതിരെ പോരാടിയവർക്ക് നൽകിയതിലൂടെ പ്രകൃതിക്കെതിരെയുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വീണ്ടും അവസരമൊരുക്കുകയാണെന്ന് MT തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മളുടെ ജലവും വായുവും ഒക്കെ വിഷമയമാക്കി തീർക്കാൻ വേണ്ടി നടക്കുന്ന പല പല സംരംഭങ്ങളെപ്പറ്റി ഒക്കെ വീണ്ടും ആലോചിക്കാനുള്ള ഒരു അവസരമായി തീരുന്നു. ഇവിടെ കുറച്ചു പേര് ഇങ്ങനെ ശ്രമിച്ചു, പത്രപ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അങ്ങനെ അവരുടെ ഈ ശ്രമം കുറേ കഴിഞ്ഞപ്പോൾ പല ദിക്കിലും എത്തിച്ചേരുന്ന പലരുടെയും ശ്രദ്ധയിൽ എത്തിച്ചേരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇന്ന് അതൊരു ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒരു ഇഷ്യൂ ആയിട്ട്, ഒരു പ്രശ്നമായിട്ട് മാറി. തൊട്ടടുത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് നാം എല്ലാം. എന്തു പ്രശ്നങ്ങളുണ്ടായാലും അത് എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ ബഷീറിന്റെ വാക്കുകൾ കൂടുതൽ കാലികമാവുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവാർഡ് തുകയായ 50,000 രൂപയുടെ ചെക്ക് ഫാബി ബഷീറും മകൾ ഷാഹിനയും ചേർന്ന് ലീലാകുമാരി അമ്മയ്ക്ക് കൈമാറി. പ്രവാസി ദോഹ മാനേജിംഗ് ട്രസ്റ്റി ബാബു മേത്തർ അധ്യക്ഷത വഹിച്ചു. എൻഡോസൾഫാൻ വിരുദ്ധ പ്രവർത്തകരായ ഡോക്ടർ YS മോഹൻകുമാർ, ശ്രീപദ്രെ എന്നിവരെ MT ആദരിച്ചു. ബഷീർ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് നിർവഹിച്ചു. ചടങ്ങിൽ ലീലാകുമാരി അമ്മയുടെ ആത്മകഥ ജീവദായിനി ഖദീജ മുംതാസിന് നൽകി MT പ്രകാശനം ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പ്രവാസിയുടെ സഹായമായ ഭവന നിർമ്മാണത്തിനുള്ള തുകയും MT കൈമാറി. പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത നിർമ്മാണമാണ് ഉണ്ടാകേണ്ടതെന്ന് പ്രമുഖ വാസ്തുവിദഗ്ധൻ പ്രൊഫസർ യുജിൻ പണ്ടാല പറഞ്ഞു. മാവുങ്കാൽ റോട്ടറി സെന്ററിൽ ലഞ്ച് ഫെഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അപ്പെക്സ് 2011 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ കാലാവസ്ഥ ഇവിടുത്തെ ജനജീവിതത്തിന് യോജിച്ചതാണ്. 31 ഡിഗ്രി സെൽഷ്യസ് ആണ് ആനുപാതിക താപനില. എന്നാൽ കേരളത്തിൽ AC ഒഴിച്ചുകൂടാൻ പറ്റാതായിട്ടുണ്ട്. പുറത്തെ അന്തരീക്ഷം വീട്ടിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ആ വീട് നിർമ്മാണത്തിൽ കുഴപ്പമുണ്ടെന്നാണ് കരുതേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. MV പത്മനാഭൻ, PK വിജയൻ, C വിജയകുമാർ എന്നിവർ സംസാരിച്ചു. NIITയിലെ പ്രൊഫസർ ചന്ദ്രാകർ ക്ലാസ് എടുത്തു. ജോസ് ആൻഡ്രൂസ്, VK ജോയി എന്നിവർ സംസാരിച്ചു. ഇരിയണ്ണിയെ ചുവപ്പണിയിപ്പിച്ച് CPIM ലോക്കൽ സമ്മേളനം നടന്നു. ഇരിയണ്ണിയെ ചുവപ്പണിയിച്ച് ഇരിയണ്ണി ലോക്കൽ സമ്മേളനം സമാപിച്ചു. ഇരിയണ്ണി AKG മന്ദിരത്തിന് സമീപം നടന്ന പൊതുയോഗത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. പൊതുയോഗം CPIM സെക്രട്ടേറിയറ്റ് അംഗം P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രദേശമാണെങ്കിലും സമ്മേളനത്തിന് ഇത്രയേറെ പങ്കാളിത്തമുണ്ടായത് പാർട്ടിയുടെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മതം, മാർക്സിസം, മാധ്യമം എന്നീ വിഷയത്തിൽ ജില്ലാതല ലേഖന മത്സരം നടന്നു. രാജൻ നായർ, കുമ്പടാജെ, ജയേഷ് എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV കോമൻ നമ്പ്യാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. Y ജനാർദ്ദനൻ സ്വാഗതവും V ഭവാനി അമ്മ അധ്യക്ഷതയും വഹിച്ചു. കുമ്പളയിലെ ഭുജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാവേരി തീർത്ഥസ്നാനത്തിന് തിരക്കേറി. കുമ്പള ഭുജങ്കാവ് പാർത്ഥസാരഥി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കാവേരി തീർത്ഥസ്നാനത്തിന് നിത്യേന 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വാദ്യഘോഷങ്ങളോടെ ദേവന് അഭിഷേകം ചെയ്തുകൊണ്ടാണ് തീർത്ഥസ്നാനത്തിന് തുടക്കം കുറിച്ചത്. ഭക്തജനങ്ങൾ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രകുളത്തിൽ തീർത്ഥസ്നാനം ചെയ്ത് കുളത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങുകളും നടന്നു. പിന്നീട് പച്ചരിയും മുതിരയും കുളത്തിൽ സമർപ്പിക്കുകയുണ്ടായി. തീർത്ഥസ്നാനത്തിന് എത്തിയവരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിട്ടുള്ളത്. 1,00,000 പേർക്ക് അന്നദാനം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു.
ശ്രീ കല്യാൽമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിധിക്കകത്തുള്ള സമുദായ അംഗങ്ങളുടെ കുട്ടികളിൽ 2011 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു. സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് സഹിതം അപേക്ഷകൾ അതാത് പ്രാദേശിക കമ്മിറ്റി മുഖാന്തരം 25/10/2011 മുമ്പായി ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിക്ക് എത്തിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് വീണ്ടും അക്രമം, അക്രമികളെ ഒറ്റപ്പെടുത്തുമെന്ന് നേതാക്കൾ. കാലഘട്ടത്തിന്റെ ദുഃഖങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കാൻ എഴുത്തുകാരന് കഴിയണമെന്ന് MT വാസുദേവൻ നായർ. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത നിർമ്മാണ രീതിയാണ് നമുക്ക് ആവശ്യമെന്ന് വാസ്തുവിദഗ്ധൻ പ്രൊഫസർ യുജിൻ പണ്ടാല. കുമ്പള ഭുജങ്കാവ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാവേരി തീർത്ഥസ്നാനത്തിന് തിരക്കേറുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.